ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഡ്യു ലേണിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ ജാനുവരി 2021 ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് ഇതിനു മുമ്പ് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളാണ് ജാനുവരി 2021 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ADGP ബി സന്ധ്യ 2021 ജനുവരി സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവിയായി നിയമിതമായത് ADGP ബി സന്ധ്യയാണ്. 2021 ജനുവരിയിൽ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവിയായി നിയമിതനായത് ADGP ബി സന്ധ്യയാണ്. 2021 ജനുവരിയിൽ 143 വർഷങ്ങൾക്ക് ശേഷം ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തിരുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. 2021 ജനുവരിയിൽ 143 വർഷങ്ങൾക്ക് ശേഷം ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തിരുത്തിയ രാജ്യം ഓസ്ട്രേലിയ. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുത്തിരിക്കുന്ന വിദേശ സേനാ വിഭാഗമാണ് ബംഗ്ലാദേശ് സൈന്യം. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുക്കുന്ന വിദേശ സേനാ വിഭാഗമാണ് ബംഗ്ലാദേശ് സൈന്യം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് മോസ്റ്റ് വാല്യുബിൾ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായത് ബാബർ ആസാമാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് മോസ്റ്റ് വാല്യുബിൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായത് ബാബർ ആസാമാണ്. ഫ്രെയിം ഇന്ത്യ ഏഷ്യൻ പോസ്റ്റ് നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ബെസ്റ്റ് ആക്റ്റീവ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിലീപ് സൈക്കിയാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് ആക്റ്റീവ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിലീപ് സൈക്കിയ. 2021 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ വ്യക്തിയാണ് ബുദ്ധ സിംഗ്. 2021 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ വ്യക്തി ബുദ്ധ സിംഗ്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയും സിനിമാ ഗാനരചയിതാവുമായ വ്യക്തിയാണ് അനിൽ പനച്ചൂരാൻ. അപ്പോൾ 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയും സിനിമാ ഗാനരചയിതാവുമായ വ്യക്തി അനിൽ പനച്ചൂരാൻ. ഇപ്പോൾ നമ്മൾ ജാനുവരി 6, 2021 ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പഠിച്ചത്. 2021 ജാനുവരി 7 ഡെയിലി കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. രവീന്ദ്ര ജഡേജ ICCയുടെ 3 ക്രിക്കറ്റ് പെർഫോമൻസുകളിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമായിട്ട് രവീന്ദ്ര ജഡേജ മാറി. ICCയുടെ 3 ക്രിക്കറ്റ് ഫോമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് രവീന്ദ്ര ജഡേജ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 2020 പാലാ KM മാത്യു പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് പെരുന്തച്ചൻ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്
2020 പാലാ KM മാത്യു പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് പെരുന്തച്ചൻ. നോവൽ കുഞ്ചുവിനു ഉണ്ടൊരു കഥ പറയാൻ. 2021 ജനുവരിയിൽ നാഷണൽ കേഡറ്റ് കോർപ്സ് യുടെ ഡയറക്ടർ ജനറലായി നിയമിതമായത് ലഫ്റ്റനന്റ് ജനറൽ തരുൺ കുമാർ. 2021 ജനുവരിയിൽ നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിതമായത് ലഫ്റ്റനന്റ് ജനറൽ തരുൺ കുമാർ. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓരോ നാട്ടിലെയും സമ്പൂർണ്ണ വികസനം സാധ്യമാക്കുന്ന ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ദാരിദ്ര്യ ലഘൂകരണ പ്ലാൻ തയ്യാറാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ് ഗ്രാമകം. ഓരോ നാട്ടിലും സമ്പൂർണ്ണ വികസനം സാധ്യമാക്കുന്നതിന് ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിൽ ദാരിദ്ര്യ ലഘൂകരണ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ് ഗ്രാമകം. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ബിരുദ പഠനം സുദൈർഘ്യമായ രീതിയിൽ പൂർത്തിയാക്കുന്ന 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വിദ്യാർത്ഥി പ്രതിഭ ധനസഹായ പദ്ധതി. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപ താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ബിരുദ പഠനം വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് 1 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വിദ്യാർത്ഥി പ്രതിഭ ധനസഹായ പദ്ധതി. 2021 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊച്ചിയിലെ വൈപ്പിൻ മുതൽ കർണാടകയിലെ മംഗളൂരു വരെ നീളുന്ന 450 കിലോമീറ്റർ പൈപ്പ് ലൈൻ പദ്ധതി ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ 2021 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊച്ചിയിലെ വൈപ്പിൻ മുതൽ കർണാടകയിലെ മംഗളൂരു വരെ നീളുന്ന 450 കിലോമീറ്റർ പൈപ്പ് ലൈൻ പദ്ധതി ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ. സാമൂഹ്യ മാധ്യമങ്ങളിലെ അസത്യ പ്രചരണങ്ങൾ തിരിച്ചറിയുന്നതിന് അവബോധം നൽകുന്ന ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയതേ. സാമൂഹ്യ മാധ്യമങ്ങളിലെ അസത്യ പ്രചരണങ്ങൾ തിരിച്ചറിയുന്നതിന് അവബോധം നൽകുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയതേ. ജനുവരി 2021 ജനുവരിയിൽ അന്തരിച്ച മലയാള കവിയാണ് നിലമ്പേരൂർ മധുസൂദനൻ നായർ. 2021 ജനുവരിയിൽ അന്തരിച്ച മലയാള കവിയാണ് 2021 ജനുവരിയിൽ അന്തരിച്ച മലയാള കവി നിലമ്പേരൂർ മധുസൂദനൻ നായർ. 2021 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് സഞ്ജീവ് ബാനർജിയാണ്. 2021
ജനുവരി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ഇനി ജാനുവരി 8 ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ പേഴ്സൺ ആയി നിയമിതനായത്? സോമ മോണ്ടോൾ ആണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ ചെയർപേഴ്സണായി നിയമിതനായത്. സോമ മോണ്ടോൾ. 2021 നടക്കുന്ന 59ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ജൂറി ചെയർമാനാണ് പാബ്ലോ സീസർ. അർജന്റീനിയൻ സംവിധായകനാണ്. 2021 നടക്കുന്ന 59ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ജൂറി ചെയർമാനാണ് പാബ്ലോ സീസർ. അർജന്റീനിയൻ ഡയറക്ടറാണ് അദ്ദേഹം. വികസ്വര രാജ്യങ്ങളിലെ മികച്ച ഗവേഷകർക്കായി ഇറ്റലിയിലെ വേൾഡ് അക്കാഡമി ഓഫ് സയൻസ്, ചൈനീസ് അക്കാഡമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന പ്രഥമ യുവ ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ അജിത് പരമേശ്വരൻ. വികസ്വര രാജ്യങ്ങളിലെ മികച്ച ഗവേഷകർക്കായി ഇറ്റലിയിലെ വേൾഡ് അക്കാഡമി ഓഫ് സയൻസും ചൈനീസ് അക്കാഡമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന പ്രഥമ യുവ ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ അജിത് പരമേശ്വരൻ. വികസ്വര രാജ്യങ്ങളിലെ മികച്ച ഗവേഷകർക്കായി ഇറ്റലിയിലെ വേൾഡ് അക്കാഡമി ഓഫ് സയൻസും ചൈനീസ് അക്കാഡമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന പ്രഥമ യുവ ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ അജിത് പരമേശ്വരൻ. അയൽക്കൂട്ടങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനുമായി LICയുടെ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെ കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. അതായത് ഇത് കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ്. എന്തിനു വേണ്ടിയാണ് ജീവൻ ദീപം? അയൽക്കൂട്ടങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളുടെ സഹായം നൽകുന്നതിനുമായി LICയുടെയും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെ കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി ജീവൻ ദീപം 2021 ഉദ്ഘാടനം ചെയ്യുന്ന സൗത്ത് ത്രിപുരയെയും ബംഗ്ലാദേശിലെ രാംഗർഹിനെയും തമ്മിൽ ബന്ധിക്കുന്ന പാലം മെയ്ട്രി സേതു. 2021 മാർച്ചിൽ നടക്കുന്ന 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദി കേരളം. 2021 മാർച്ചിൽ നടക്കുന്ന 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് കേരളം. മാർച്ചിൽ നടക്കുന്ന 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ വേദി കേരളമാണ്. 2021 മാർച്ചിൽ നടക്കുന്ന 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ. ജനുവരിയിൽ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് കപൂറാണ്. 2021 ജനുവരിയിൽ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് കപൂറാണ്. 2021 ജനുവരിയിൽ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് കപൂറാണ്. പ്രളയവും കോവിഡും കാരണം ബുദ്ധിമുട്ടിലായ സംരംഭകരെ സഹായിക്കുന്നതിനും വായ്പ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവൻ സമാശ്വാസ പദ്ധതി. പ്രളയവും കോവിഡും കാരണം ബുദ്ധിമുട്ടിലായ സംരംഭകരെ
സഹായിക്കുന്നതിനും വായ്പ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവന സമാശ്വാസ പദ്ധതി. 2021 ജനുവരിയിൽ കേരളത്തിൻ്റെ കരകൗശല കലാവൈദഗ്ധ്യം പുനരുജ്ജീവിക്കാനും കലാകാരന്മാർക്ക് മാന്യമായ ഉപജീവനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിലവിൽ വരുന്നത് വെള്ളാറാണ്. 2021 ജനുവരിയിൽ വെള്ളാർ, തിരുവനന്തപുരം. 2021 ജനുവരിയിൽ കേരളത്തിലെ കരകൗശല കലാവൈദഗ്ധ്യം പുനർജീവിക്കാനും കലാകാരന്മാർക്ക് മാന്യമായ ഉപജീവനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നിലവിൽ വരുന്ന വെള്ളാർ. ഗൾഫിലെ ആദ്യത്തെ മലയാളം റേഡിയോ പ്രക്ഷേപണ നിലയമായ റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് KK ശൈലജ ടീച്ചറാണ്. ഗൾഫിലെ ആദ്യത്തെ മലയാളം റേഡിയോ പ്രക്ഷേപണ നിലയമായ റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് KK ശൈലജ ടീച്ചറാണ്. ഗൾഫിലെ ആദ്യത്തെ മലയാളം റേഡിയോ പ്രക്ഷേപണ നിലയമായ റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ KK ശൈലജ ടീച്ചർ. ജാനുവരി 9 നടന്ന കറണ്ട് അഫേഴ്സാണ്. ICCയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ അമ്പയർ ക്ലാരെ പൊളോസാക്ക് ഓസ്ട്രേലിയക്കാരിയായ വനിതാ അമ്പയറാണ് ക്ലാരെ പൊളോസാക്ക്. 2021 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായ വ്യക്തിയാണ് KK രാമചന്ദ്രൻ മാസ്റ്റർ. KK രാമചന്ദ്രൻ മാസ്റ്റർ 2021 ജനുവരിയിൽ അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവും ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമാണ്. KK രാമചന്ദ്രൻ മാസ്റ്റർ. 2021 ജനുവരിയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത് പറശ്ശിനിക്കടവ്. 2021 ജനുവരിയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത് പറശ്ശിനിക്കടവ്, കണ്ണൂരിലാണ്. 2021 ജനുവരിയിൽ പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം വിപുലീകരിക്കുന്നതിന് ലക്ഷ്യമിട്ട് മലാല യൂസഫ്സായി സ്കോളർഷിപ്പ് ആക്ട് പാസാക്കിയ രാജ്യമാണ് അമേരിക്ക. 2021 ജനുവരിയിൽ പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം വിപുലീകരിക്കുന്നതിന് ലക്ഷ്യമിട്ട് മലാല യൂസഫ്സായിയുടെ സ്കോളർഷിപ്പ് ആക്ട് പാസാക്കിയ രാജ്യമാണ് അമേരിക്ക. വീട്, വിദ്യാലയം, സാമൂഹ്യ ചുറ്റുപാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കുട്ടികൾ സുരക്ഷിതരാകുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം. വീടുകളിലും വിദ്യാലയങ്ങളിലും സാമൂഹ്യ ചുറ്റുപാടുകളിലെല്ലാം കുട്ടികൾ വളരെയധികം സുരക്ഷിതമാകാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളെല്ലാം തടയുവാനും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം. ബാലസൗഹൃദ കേരളം 2021 ജനുവരിയിൽ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടൻ്റെ ഹൈക്കമ്മീഷണറായി നിയമിതമായത് അലക്സാണ്ടർ എലിസ് ആണ്.
അലക്സാണ്ടർ എലീസ്. 2021 ജനുവരിയിൽ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടനെ ഹൈക്കമ്മീഷനായി നിയമിതനായത് അലക്സാണ്ടർ എലീസ്. 2021 ജനുവരിയിൽ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടൻ്റെ ഹൈക്കമ്മീഷനായി നിയമിതനായത് അലക്സാണ്ടർ എലീസാണ്. പുരാരേഖകളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം, ഗവേഷണം, സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന പുരാരേഖ വകുപ്പും കേരള സർവകലാശാലയും സംയുക്തമായി ആരംഭിക്കുന്ന ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് നിലവിൽ വരുന്നത് കാര്യവട്ടത്താണ്. പുരാരേഖകളുടെ അന്താരാഷ്ട്ര നിലവിലുള്ള പഠനം, ഗവേഷണം, സംരക്ഷണം ഇവയൊക്കെ ലക്ഷ്യമിട്ട് സംസ്ഥാന പുരാവകുപ്പ് കേരള സർവകലാശാലയും സംയുക്തമായി ആരംഭിക്കുന്ന ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് കാര്യവട്ടം. ഇന്ത്യ 71-year ടെസ്റ്റ് ദ ജേർണി ടു ട്രംപ് ഇൻ ഓസ്ട്രേലിയ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ആർ കൗശിക്, സ്പോർട്സ് ജേർണലിസ്റ്റാണ്. ഇന്ത്യ 71 years ടെസ്റ്റ് ദ ജേർണി ഓഫ് ട്രംപ് ഇൻ ഓസ്ട്രേലിയ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ആർ കൗശിക്. 2021 ജനുവരിയിൽ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കണ്ടെത്തിയ പുതിയ പകർച്ചവ്യാധിയാണ് ഡിസീസ് എക്സ്. 2021 ജനുവരിയിൽ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കണ്ടെത്തിയ പുതിയ പകർച്ചവ്യാധിയാണ് ഡിസീസ് എക്സ്. 2021 ജനുവരിയിൽ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കണ്ടെത്തിയ പുതിയ പകർച്ചവ്യാധി. ജസ്റ്റിസ് അരൂപ് കുമാർ ഗോസ്വാമി 2021 ജനുവരിയിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അരൂപ് കുമാർ ഗോസ്വാമിയാണ്. ജസ്റ്റിസ് അരൂപ് കുമാർ ഗോസ്വാമി 2021 ജനുവരിയിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതമായതാണ്. ജാനുവരി 10, 2021 നടന്ന കാര്യങ്ങൾ. 2021 ജനുവരിയിൽ ഗൂഗിൾ ഏഷ്യ പസഫിക് ക്ലൗഡ് ഡിവിഷൻ തലവനായി നിയമിതമായത് കരൺ ബജ്വ. 2021 ജനുവരി ഗൂഗിളിൻ്റെ ഏഷ്യ പസഫിക് ക്ലൗഡ് ഡിവിഷൻ തലവനായി നിയമിതനായ കരൺ ബജ്വ. 2021 ജനുവരിയിൽ അമേരിക്കൻ സേനയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതമായ ഇന്ത്യൻ-അമേരിക്കൻ ഡോക്ടർ രാജ് ലയ. 2021 ജനുവരിയിൽ അമേരിക്കൻ സേനയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഡോക്ടർ രാജ് ലയ. 2021 ജനുവരി ദേശീയ ഗീതമായ വന്ദേമാതരം കണ്ണ് കെട്ടിക്കൊണ്ട് പിയാനോയിൽ 57 സെക്കൻഡിൽ വായിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 5 വയസ്സുകാരിയാണ് പ്രകൃതി വോറ. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ശിവലിക് മെർക്കന്റൈൽ കോപ്പറേറ്റീവ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ശിവാലിക് മെർക്കന്റൈൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഉത്തർപ്രദേശിലെ. 2021 ജനുവരിയിൽ കോട്ടൺ പരവതാനികൾ വാങ്ങുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനുമായി ധാരണയിലായ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗമാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസാണ്. 2021 ജനുവരിയിൽ കോട്ടൺ പരവതാനികൾ വാങ്ങുന്നതിനായി ഖാദി വില്ലേജ് ഇൻഡസ്ട്രിയുമായി ധാരണയിലായ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗം. റൈറ്റ് അണ്ടർ യുവർ നോസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ആർ ഗിരിധരൻ. റൈറ്റ് അണ്ടർ യുവർ നോസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ആർ ഗിരിധരൻ. 2021 ജനുവരിയിൽ
ദുരന്തമുഖങ്ങളിൽ ജനങ്ങൾക്ക് സഹായമെത്തിക്കുക, ആവശ്യമായ ശാസ്ത്രീയ പരിശീലനം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ അഭിനേതാവാണ് ടോവിനോ തോമസ്. 2021 ജനുവരിയിൽ ദുരന്തമുഖങ്ങളിലുള്ള ജനങ്ങൾക്ക് സഹായമെത്തിക്കുക, ആവശ്യമായ ശാസ്ത്രീയ പരിശീലനം ലഭ്യമാക്കുക ഇവയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ അഭിനേതാവാണ് ടോവിനോ തോമസ്. 2021 ജനുവരിയിൽ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സുധൻഷു ദുലിയ. 2021 ജനുവരി ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ 2021 ജനുവരിയിലെ പ്രമേയമാണ് കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗമാണ് പക്ഷിപ്പനി. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗം പക്ഷിപ്പനി H5N8 വൈറസാണ്. H5N8 വൈറസാണ്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ ഇന്ത്യൻ ഫാഷൻ ഡിസൈനറാണ് സത്യ പോൾ. രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് CP റിസ്വാൻ. UAE താരമാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. UAE താരം CP റിസ്വാനാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി.